കഥാകൃത്തിൻ്റെ ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങളിൽ ഒന്ന് എന്ന ആമുഖത്തോടെ തുടങ്ങുന്ന കഥ. പ്രേതബാധയ്ക്ക് കുപ്രസിദ്ധി കിട്ടിയിരുന്ന ഒരു വീട്ടിൽ താമസിക്കേണ്ടി വന്ന ചെറുപ്പക്കാരനായ എഴുത്തുകാരനും ആ വീടിനെ ആവേശിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പ്രേതവും തമ്മിൽ രൂപപ്പെടുന്ന ആർദ്രമായ ആത്മബന്ധത്തിൻ്റെ കഥ. ഒരു ചായ. അല്ല, ഇതിന് മുന്നേ ഇവിടെ എവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടെയാണ് താമസം? ഞാൻ ഇവിടെ അടുത്ത് ഭാർഗവി നിലയം. സുഖാണോ? അല്ല, താമസ സ്ഥലം ശരിയായോ? ഇവിടെ അടുത്ത് ഭാർഗവി നിലയം. എവിടെ? ഭാർഗവി നിലയോ? അതൊരു ദുർമരണം നടന്ന വീടാണ്. കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീട്. ആ ഭാർഗവിയുടെ പ്രേതം ഇപ്പോഴും അവിടെയുണ്ട്. പാട്ടും ഡാൻസൊക്കെ അറിയാവുന്ന സുന്ദരിയായ പെണ്ണായിരുന്നു ഭാർഗവി. തൊട്ടടുത്ത വീട്ടിലെ ശശികുമാർ എന്ന ചെറുപ്പക്കാരനുമായി ഭാർഗവി പ്രണയത്തിലായിരുന്നു. നീ ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള കിണർ കണ്ടിരുന്നോ? കണ്ടു. അതിൽ ചാടിയാണ് ഭാർഗവി ആത്മഹത്യ ചെയ്തത്. ശശികുമാർ പോയതിനു ശേഷം ഭാർഗവി ഭയങ്കര പുരുഷ വിദ്വേഷിയാണ്. ഭാർഗവിക്കുട്ടി, നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ഞാനൊരു പാവപ്പെട്ട സാഹിത്യകാരനാണ്. ഞാനാണ് ഇവിടുത്തെ പുതിയ താമസക്കാരൻ. ഇനി മുതൽ ഞാനും ഉണ്ടാകും. ഇന്നലെ രാത്രിയിൽ വല്ലതും സംഭവിച്ചോ? വല്ല പേടിപ്പെടുത്തുന്ന വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഇല്ല, ഞാൻ സുഖമായി ഉറങ്ങി. കഴിഞ്ഞ വർഷം ഭാർഗവിയുടെ അമ്മാവനും മകനും അവിടെ താമസിക്കാൻ വന്നിരുന്നു. പക്ഷെ അവർക്ക് ഒരു രാത്രി പോലും അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവരുടെ വീട്ടുകാർക്ക് ഈ ഭാർഗവിയെ അമ്മാവൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനിടയിൽ അവൾ ശശികുമാറുമായി പ്രണയത്തിലായി. ഓ, അങ്ങനെയാണല്ലേ കഥ? അതല്ല, നിങ്ങൾ ഭാർഗവിയുടെ കഥ എഴുതാൻ പോയിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് അവിടെ പരമസുഖം. വേണമെങ്കിൽ നിങ്ങളൊക്കെ പോന്നോളൂ.
ഭാർഗവിക്കുട്ടി, ഞാൻ എഴുതിയ നിന്റെ ജീവിതകഥയിലെ തെറ്റിപ്പോയ വരികളാണോ കത്തിയമർന്നത്? അതെ. പ്രണയത്തിൻ്റെ മണമുള്ള ദിവസങ്ങളായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ചതിക്കുകയായിരുന്നു. നാണുക്കുട്ടൻ, നാരായണൻ, കുടുംബം തന്നെയാണ്. വിവാഹം ആലോചിച്ചിരുന്നു എന്നെ. ഞാൻ സമ്മതിച്ചില്ല. ഞാനും ശശികുമാറും തമ്മിൽ പ്രണയത്തിലാണെന്നും അറിയാം. നാട്ടിലൊരു സമരം ചെയ്തതിൻ്റെ പേരിൽ പോലീസിനെ ഭയന്ന് ഇവിടെ വന്ന് താമസിക്കുകയായിരുന്നു ശശികുമാർ. ഒരു ദിവസം ഇവിടെ വെച്ചും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവിടെയും അപകടം പിന്തുടരുന്നത് മനസ്സിലാക്കി ലക്നൌവിന് നാട് വിടാൻ തീരുമാനിച്ചു. ഞാനും കൂടെ വരുന്നെന്ന് വാശി പിടിച്ചതാ. ആദ്യം പോയി സാഹചര്യം മനസ്സിലാക്കി എന്നെ കൂട്ടാമെന്ന് വാക്ക് തന്നാണ് പോയത്. എന്നിട്ട് നാണുക്കുട്ടനും ഉണ്ടായിരുന്നു ട്രെയിനിൽ. ചതിക്കുകയായിരുന്നു. മുഴുവൻ എഴുതിയിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബാക്കി കഥ ഞാൻ പറയട്ടെ. വിഷം കലർത്തിയ പഴം ഞാൻ കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കത്തുകൾക്കായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഞാൻ കാത്തിരുന്നു. ഒരു ദിവസം നാണുക്കുട്ടൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ എൻ്റെ പാട്ടുകാരനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. നിനക്കിനി എൻ്റെ കൂടെ ജീവിക്കാൻ നിർവാഹമുള്ളൂ എന്ന് വിസമ്മതം പ്രകടിപ്പിച്ച എന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. കഥ മുഴുവൻ ശരിയാണ്. അത് ഞാനല്ല പറയേണ്ടത്. എഴുത്തുകാരൻ എങ്ങനെയാണാവോ ഞാനാണെന്ന് മനസ്സിലായത്. പലരോടും സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ചില തിരുത്തലുകൾ ഒഴിച്ചാൽ നന്നായിട്ടുണ്ട്. എന്ത് തിരുത്തലുകളാണെന്ന് പറഞ്ഞാൽ അത് തിരുത്തി കഥ പ്രസിദ്ധീകരിക്കാം. അതിനു മുമ്പ് നിന്നെയും നിന്റെ സാധനങ്ങളും ഞാൻ കിടത്തിലിട്ടും. ഈ കഥയല്ല എൻ്റെ പ്രശ്നം, ഇതെഴുതിയ തലയാണ്. പഴം കൊടുത്തതിന് ശേഷം ശശികുമാർ പെട്ടെന്ന് മരിച്ചില്ല. ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നതാണ്. ഭാർഗവി ചത്താൽ പ്രതികാരം ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു.